എൻ്റെ പേര് ജോസഫ് എന്നാണ്. കൃഷിയാണ് ചെറുപ്പം മുതൽ. എല്ലാ കൃഷികളും ഉണ്ട്. അതിലിപ്പോൾ ഫ്രൂട്ട്സാണ് മെച്ചം തോന്നി ഫ്രൂട്ട്സിലേക്ക് തിരിഞ്ഞത്. പല കൃഷികളും ചെയ്തിട്ട് അവിയാണ് മെച്ചം തോന്നി. അവിയന് നല്ല വിലയുണ്ട്, പിന്നെ തൈക്കും നല്ല ചിലവുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ. അതും മക്കളോട് പറഞ്ഞിട്ടുണ്ട്, മക്കൾക്ക് അറിയാതൊക്കെ. എൻ്റെ പേര് പ്രബീഷ്, വീട് തൃക്കാപ്പറ്റയാണ്, മേപ്പാടി പഞ്ചായത്തിൽ വരുന്നു. ഞാൻ ഡിഗ്രി കഴിഞ്ഞാണ്. പക്ഷേ എനിക്ക് പണ്ടുതൊട്ടേ താല്പര്യം കൃഷിയിലായിരുന്നു. പാരമ്പര്യമായിട്ട് ചാച്ചനൊക്കെ കൃഷി തന്നെയാണ്. അത്യാവശ്യമല്ല, നല്ല ആദായം കിട്ടുന്നൊരു ഫീൽഡ് തന്നെയാണ്. ജോലി ബിസിനസ്സിനേക്കാളൊക്കെ മെച്ചം തന്നെ ഇതാണ്. പിന്നെ ഒരു മനസ്സുഖവും സംതൃപ്തിയും, പിന്നെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് നിൽക്കാം, വേറെ ആരുടെയും അണ്ടറിലല്ല. അങ്ങനൊരു മെച്ചം കൂടിയുണ്ട് കൃഷിക്ക്. വളരെ നല്ലൊരു ഫീൽഡാണ്. അത്യാവശ്യം മാർക്കറ്റ് നോക്കി ചെയ്യാമെങ്കിൽ അത്യാവശ്യം വില കിട്ടുന്ന രീതിയിലെല്ലാം എല്ലാ കൃഷിയും കൂടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ട് മെയിനായിട്ട് ഫ്രൂട്ട്സ് കൃഷിയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 4 കൊല്ലം ആകുന്നു, 3.5 കൊല്ലം കഴിഞ്ഞു തുടങ്ങിയിട്ട്. മെയിനായിട്ട് അബിയു ആണിപ്പോൾ ഏറ്റവും കൂടുതൽ ആദായം കിട്ടുന്നത്. ഇത് ഏകദേശം 3.5 വർഷമായ ചെടിയാണ്. വർഷത്തിലെ എല്ലാ സമയത്തും തന്നെ ഏകദേശം കായുണ്ട്. തുള്ളി നനയാണ് കൊടുത്തേക്കുന്നത്. ജൈവവളവും രാസവളവും ഉപയോഗിക്കുന്നുണ്ട്. കൃഷിനെ പറ്റി ആലോചിച്ചപ്പോൾ ഫ്രൂട്ട്സ് കൃഷി ചെയ്യാമെന്നാണ് എല്ലാവർക്കും ഒരു താല്പര്യം. ചേട്ടനും അനിയനും പപ്പയ്ക്കും ഒക്കെ. അങ്ങനെ ചെയ്തു വന്നപ്പോൾ പാലയിലുള്ള ഹോം ഗ്രൗൺ നഴ്സറിയിൽ നിന്നാണ് ഞങ്ങൾ ഇത് തൈ എടുത്തത്. ഇത് വന്നിട്ട് അബിയു അന്നത്രയ്ക്ക് ഫേമസ് ആയില്ല. അതിനുശേഷം ഞങ്ങൾ തൈ എടുത്തു, അവിടെ നിന്ന് തന്നെ എടുത്തു, പാലയിൽ നിന്ന് തന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നടുകയാണ് ചെയ്തത്. ഏകദേശം ഒരു 2 അടി കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ടാണ് നട്ടത്. നട്ടതിന് ശേഷം നല്ല പെട്ടെന്നുള്ള വളർച്ചയാണ്. കുരുപാകിയ തൈയാണ് നട്ടേക്കുന്നത്. തുടക്കത്തിൽ ഇംഗ്ലീഷ് വളവും ഇട്ടായിരുന്നു, ജൈവവളങ്ങൾ ഇടുന്നുണ്ട്. പിന്നെ തുള്ളി നന വളരെ അത്യാവശ്യം ആയിട്ട് വേണം അതിന്. ഏകദേശം ഒരു 15 അടി അകലം കണക്കാക്കിയാണ് നട്ടേക്കുന്നത്. ആദ്യം കുഴിയെടുത്ത് ചാണകപ്പൊടി ഇട്ട് തൈ നട്ടു. ഏകദേശം ഒരു മഴക്കാലത്താണ് തൈ നട്ടത്. ആ കൊല്ലം മഴ ഇച്ചിരി കൂടുതലായിരുന്നു. അതിനുശേഷം തുള്ളി നന കൊടുത്തു. പിന്നെ NPK വളങ്ങളും പിന്നെ ഇലയിൽ സ്പ്രേ ചെയ്യുന്ന വളങ്ങളും കൊടുക്കുന്നുണ്ട്. ചെടി നല്ല പെട്ടെന്ന് തന്നെ വളരുന്നുണ്ട്. NPK കൊടുക്കാറുണ്ട്. പിന്നെ ഫാക്ടംബോസ് കൊടുത്തു. ജൈവവളം വേപ്പും പിണ്ണാക്ക്, പിന്നെ മെയിനായിട്ട് കോഴിവളം കൊടുക്കുന്നുണ്ട്. കോഴിവളം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല ഗ്രോത്താണ്. പിന്നെ ഇവിടെ തന്നെ ഏകദേശം പോകുന്നുണ്ട്. കൽപ്പറ്റ നമ്മുടെ വയനാട്ടിൽ തന്നെ കുറേ വിറ്റായിരുന്നു. പിന്നെ കുറേ ഞങ്ങളിപ്പോൾ തൈ ആക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം ഓർഡർ ഉണ്ട് തൈക്ക്. തൈയാക്കി ഇവിടെ തന്നെ വെക്കുന്നുണ്ട്. തൈ നട്ട് ഏകദേശം 2-ാം കൊല്ലം തന്നെ പൂത്തു തുടങ്ങി. അത്യാവശ്യം നിറച്ചും പൂവുണ്ടായിരുന്നു. പൂവ് കഴിഞ്ഞ് കുഴപ്പമില്ല, പരാഗണമൊക്കെ തന്നെ നടക്കുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം വെള്ളീച്ചൻ്റെ ശല്യം ഉണ്ടായിരുന്നു. അതിന് വെള്ളീച്ചക്കണി വെക്കുമായിരുന്നു. പിന്നെ 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും കായായി. ഏകദേശം ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്കും പഴുത്തു തുടങ്ങി. കളർ മാറി തുടങ്ങിയപ്പോഴത്തേക്കും കിളികളുടെ ശല്യമാണ് ഏറ്റവും കൂടുതൽ, ഭയങ്കരമായിട്ട് ശല്യമാണ്. അതിന് ഞങ്ങൾ നെറ്റാണ് ഇടുന്നത്. നെറ്റ് ഇടുമ്പോൾ ചെടീൻ്റെ പുറത്തേക്ക് ഇടാൻ പാകത്തിന് ഇടണം. അല്ലെങ്കിൽ ഈ ചെടീൻ്റെ കൊമ്പുകൾ ഈ നെറ്റിൻ്റെ ഇടയിൽ കൂടെ കയറിയ വളർച്ചയും പാടാണ്. നെറ്റ് പിന്നെ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കവർ ചെയ്യുകയാണെങ്കിൽ ചെടീൻ്റെ പുറത്തുകൂടെയാണ് ഇടേണ്ടത്. കായ ഏകദേശം ഒരു 3 മാസം കൊണ്ട് പഴുത്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കായുന്നുണ്ട്. അത്യാവശ്യം സീസൺ മഴക്കാലമാണെങ്കിൽ നല്ല വലിയ കായാണ്. ഒരു 400-600 ഗ്രാമിൻ്റെ ഇടയ്ക്ക് വരും. ഇപ്പോൾ വെയിലായതുകൊണ്ട് കായ ഇച്ചിരി ചെറുതാണ്. ഏകദേശം ഒരു 5 മാസത്തിനുള്ളിൽ പഴുത്ത് കിട്ടും. പുഴുക്കേട് വരുന്നുണ്ട്. പുഴുക്കേടിന് ഞങ്ങൾ മറ്റേ വേപ്പെണ്ണ മരുന്ന്, വേപ്പിൻ്റെ ഒരു മരുന്ന് വരുന്നുണ്ട്, അത് അടിക്കുന്നുണ്ട്. അത് വർഷത്തിലൊരു 3 തവണ 4 തവണ വേപ്പെണ്ണ അടിക്കുന്നുണ്ട്. ഈ
ഈ ചെടിയിൽ നിന്ന് ഏകദേശം ഒരു ചെടിയിൽ നിന്ന് അത്യാവശ്യം കായുള്ള ചെടിയിൽ നിന്നാണെങ്കിൽ ഒരു 15-20 കിലോൻ്റെ മുകളിൽ ഒരു വർഷം കിട്ടുന്നുണ്ട്. ഏകദേശം സീസണിലാണെങ്കിൽ വില 125, ഓഫ് സീസണിലാണെങ്കിൽ 150 ഇവിടെ വയനാട്ടിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം ബാക്കിയുള്ള പരിപാടിയേക്കാളും മെച്ചമാണ്. മെയിനായിട്ട് കിളിശല്യമാണ്. അതൊന്നും ഒഴിവാക്കി കിട്ടിയാൽ നല്ല പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ്. നല്ല ആദായം കിട്ടും. ഏകദേശം ഒരു 20 കിലോൻ്റെ അടുത്ത് അല്ലെങ്കിൽ മുകളിൽ 3 വർഷം കഴിഞ്ഞ ചെടിയാണ്. 3.5 വർഷം ആയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല ആദായം തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറേ തൈ ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു തൈ 200 രൂപേൻ്റെ അടുത്ത് വിലയുണ്ട്. 150-200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം പെട്ടെന്ന് വളരുന്ന ചെടിയും കൂടിയാണ്. ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെ നമ്മൾ വയനാട്ടിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, പുറത്തേക്ക് അധികം കൊടുത്തിട്ടില്ല. അത്യാവശ്യം നല്ല ഡിമാൻഡുണ്ട്, മാർക്കറ്റിംഗ് ഉള്ളതാണ്. മാർക്കറ്റിൽ അത്യാവശ്യം വിലയും കിട്ടുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും ഒറ്റ ഫ്രൂട്ട്സ് പോലും വേസ്റ്റ് ആയിട്ടില്ല. മാർക്കറ്റിലാണെങ്കിലും പെട്ടെന്ന് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ രുചി ഇച്ചിരി കൂടുതലുമുണ്ട്. കിളിശല്യമുണ്ട്. കിളി വല്ലാതെ കായകൾ ഇത് ഭക്ഷിക്കുന്നുണ്ട്. പിന്നെ അതിന് നെറ്റിടുകയാണ് സാധാരണ ചെയ്യൽ. വേറെ രോഗങ്ങളുണ്ട്. കായ എന്തോ പുഴു ഭക്ഷിക്കുന്നുണ്ട്. കിളി കഴിക്കുന്നതിന് നെറ്റിടുക. പുഴുവിനൊന്നും മരുന്നടിക്കലൊക്കെ തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. നെറ്റിടുമ്പോൾ ഒരു 3 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അത് മാറ്റണം, അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പ് വളർന്ന് നെറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങും. അപ്പം നെറ്റ് മാറ്റി ഇടണം. അബിയുവിൻ്റെ തൈയാണ്. ഏകദേശം 3 മാസത്തിൻ്റെ അടുത്ത് പ്രായമായതാണ്. നമ്മൾ മണ്ണ്, കുമ്മായം, ചാണകം എല്ലാം കൂടി 3 കൂടി മിക്സ് ചെയ്തിട്ട് കൂടെ നിറച്ച് പാകിയതാണ്. ഏകദേശം ഒരു 60% തൈകളെ പിടിച്ച് കിട്ടുന്നുള്ളൂ, ബാക്കി മുളയ്ക്കുന്നില്ല. അതിപ്പോൾ എന്താ കാരണം എന്നറിയില്ല. പിടിച്ച് കിട്ടിയത് വലിയ തെറ്റില്ല, വേഗം വളർന്ന് വരുന്നുണ്ട്. ഇതിപ്പോൾ നല്ല സ്പീഡിൽ വളരുന്നൊരു ചെടിയാണ്. ഇത് ഏകദേശം 3 മാസം ആവുന്നു. ഇപ്പോൾ ചെടി തൈ ഏകദേശം 200 രൂപ തോതിലാണ് ഇവിടെ വിൽക്കുന്നത്. അത് ഫ്രൂട്ട്സിനേക്കാളും ലാഭമാണ് തൈ വിൽക്കുന്നത്. ഒരു കായിൽ നിന്ന് ഏകദേശം ഒരു 3 വിത്ത് കിട്ടും, 3-4 വിത്ത് ഏകദേശം കിട്ടും. പക്ഷെ ഒരു 60% കായ് മുളച്ചിട്ടുണ്ട്. ഒരു 2 മാസം കൂടി കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം ഒരടീൻ്റെ മുകളിൽ പൊക്കാവും. അത്യാവശ്യം 200 രൂപ തോതിൽ വിൽക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയാണ്. കുഴപ്പമില്ല, വലിയ അധികം അധ്വാനം ഇല്ലാണ്ട് തന്നെ കിട്ടുന്നൊരു പൈസയാണ്. ഫ്രൂട്ട്സിന് വിൽക്കുകയാണെങ്കിൽ കിലോ ഏകദേശം ഒരു 150 രൂപ തോതിലാണ്, 125-150 വിൽക്കുന്നത്. തൈ ആകുമ്പോൾ എങ്ങനെ പോയാലും 2 തൈ ഒരു കായിൽ നിന്ന് കിട്ടും. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇത് മലേഷ്യൻ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. ഏകദേശം 3 വർഷം ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 1.5 വർഷം കൊണ്ട് തന്നെ കാ പിടിച്ചു തുടങ്ങും. സീസണിൽ മാത്രമേ കായ്ക്കുള്ളൂ. നമുക്ക് മഴക്കാലത്താണ് മെയിനായിട്ട് കാ വരുന്നത്. അത്യാവശ്യം തൂക്കമുണ്ട് കായ്ക്ക്. ഏകദേശം ഒരു 400 ഗ്രാമിൻ്റെ അടുത്ത് തൂക്കം ഉണ്ടായിരുന്നു. ഒരു ചെടിയിൽ നിന്ന് ഏകദേശം 20 കിലോൻ്റെ മുകളിൽ കിട്ടിയ ചെടികളുണ്ട്. ഈ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8 അടി അകലത്തിൽ നടുകയാണ് നല്ലത്. 8 അകലത്തിൽ നടുകയാണ് നല്ലത്. ഇത് ഈ പ്രാവശ്യം അധികം പ്രൂണിങ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് ഈ പഴയ തണ്ട് കിടക്കുന്നത്. ഇപ്പോൾ ഈ കൊല്ലം കായ്ക്കാനുള്ള തണ്ടാണ് ഈ പുതിയതായിട്ട് വരുന്നത്. ഈ തണ്ടുകൾ ഈ കൊല്ലം കായ്ക്കും. ഇതിപ്പം മെയ് മാസത്തിലായിരിക്കും മിക്കവാറും ഫ്ലവറിങ് ഉണ്ടാകുക. ഇത് നല്ല പെട്ടെന്ന് ആദായം കിട്ടുന്ന ഒരു ഇതാണ്. വലിയ നനയും വേണ്ട, വലിയ നോട്ടവും വേണ്ട. പിന്നെ പുഴുശല്യം ഉണ്ടായിരുന്നു തുടക്കത്തിൽ. ഇതിൻ്റെ ഈ തണ്ട് മുഴുവൻ തിന്നു പോകുന്ന പുഴു, അച്ചിളാണ് ഏറ്റവും ശല്യം ചെയ്തത്. അതിന് ഇപ്പോൾ ഒരു മരുന്ന്, ഒരു പെല്ലറ്റ് പോലത്തെ ഒരു മരുന്ന് വരുന്നുണ്ട്, അത് ഇട്ട് നശിപ്പിക്കുക ചെയ്ത്. ഇത് ചെടി നടുന്ന ഒപ്പം തന്നെ താങ്ങുകാലും വെക്കണം. ഞങ്ങൾ ഇവിടെ ടയറാണ് ഉപയോഗിച്ചേക്കുന്ന മുകളിൽ ഇത് വളഞ്ഞ് കയറാൻ വേണ്ടിയിട്ട്. തൈ നട്ട് കഴിഞ്ഞ് ആ തുടക്കത്തിൽ അത്യാവശ്യം നനച്ചു. പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ തുള്ളി നന ഉള്ളതുകൊണ്ട് അതിൻ്റെ കൂടെ നനഞ്ഞു പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഇത് ഏകദേശം 125, 150, 170 ആ റേഞ്ചിലൊക്കെ വിറ്റിട്ടുണ്ട്. ഇതും വയനാട്ടിൽ മാത്രമേ വിറ്റിട്ടുള്ളൂ, പുറത്തേക്ക് അധികം കൊടുത്തിട്ടില്ല. അത്യാവശ്യം തണ്ട് നമുക്ക് മുറിച്ച് നടാവുന്നതാണ്. നല്ല പെട്ടെന്ന് തന്നെ മുളയ്ക്കുകയും ചെയ്യും. പെട്ടെന്ന് വളരുന്നൊരു ചെടിയാണ്.
ഇപ്പം സീസണല്ല, സീസണാണെങ്കിൽ നിറച്ചും കായ ഉണ്ടാവും ഇതിനകത്തൊക്കെ. ഏകദേശം ഒരടി നീളമുള്ള തണ്ടാണ് നട്ടത്. ഞങ്ങൾ തണ്ട് നട്ട ഉടനെ തന്നെ കാലും വെച്ചായിരുന്നു. നടുന്നതെന്ന് പറഞ്ഞാൽ കുഴി അധികം താത്തണ്ട, ഒരു അരയടി താത്തിയിട്ട് തണ്ട് കടത്തി വെച്ചാണ് നട്ടത്. നട്ട ശേഷം 1 മാസം കൊണ്ട് തന്നെ മുള പൊട്ടി തുടങ്ങി. ആ സമയത്താണ് നമ്മുടെ കമ്പിളിപ്പുഴു ഏറ്റവും കൂടുതൽ ഉപദ്രവം. കമ്പിളിപ്പുഴു അച്ചിളായിരുന്നു. അത് ഈ വരുന്ന കൂമ്പ് മുഴുവൻ തിന്നുക, അങ്ങനെ ഭയങ്കര ചെടീൻ്റെ വളർച്ച തന്നെ മുരടിച്ച് പോയായിരുന്നു. അതിനുശേഷം അതിന് മരുന്ന് കൊടുത്തു. ചെടി പെട്ടെന്ന് തന്നെ വളർന്നു. ഏകദേശം 1 കൊല്ലത്തിന് മുമ്പ് ഒരു 8 മാസം കൊണ്ട് തന്നെ കാലിൻ്റെ മുകളിലെത്തി. അപ്പോൾ എല്ലാ തവണയും ഇതൊന്ന് കെട്ടിക്കൊടുക്കണം, താങ്ങുകാലിനോട് ചേർത്തൊന്ന് കെട്ടിക്കൊടുക്കണം. ചെടീൻ്റെ മുകളിൽ വന്ന് ഞങ്ങൾ ടയറാണ് ഇട്ടേക്കുന്നത്, മറ്റേ ബൈക്കിൻ്റെ ടയർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇങ്ങ് മറിഞ്ഞ് വന്നേക്കുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും മറിഞ്ഞ് വന്നിട്ടുണ്ട്. ആദ്യത്തെ കായ 1.5 വർഷം ഒരു ചെടിയിൽ നിന്ന് ഒരു 3-4 കായ വെച്ചാണ് കിട്ടിയത്. അതിനുശേഷം അടുത്ത കൊല്ലമൊക്കെ കാ കൂടുതലുണ്ട്. ഏകദേശം ഒരു 15 കിലോ 20 കിലോൻ്റെ അടുത്ത് നല്ല ചെടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഈ പുഴുക്കളുടെ പുഴുവിൻ്റെ ശല്യമാണ് മെയിനായിട്ടുള്ളത്. വേറെ അങ്ങനത്തെ പറയത്തക്ക കേടുകളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ തൈ നട്ടത് ചാണകം ഇട്ടാണ് നട്ടത്. ഏകദേശം ഒരു മുള വന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഫസ്റ്റ് ഞങ്ങൾ ഫാക്ടം ബോസ് കൊടുത്തു. അതിനുശേഷം പിന്നെ ജൈവവളത്തും അത്യാവശ്യം കൊടുക്കുന്നുണ്ട്. വേപ്പും പിണ്ണാക്ക്, നിലക്കടല മറ്റേ പിണ്ണാക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ തുടക്കം തൊട്ട് കള ഭയങ്കര ശല്യമാണ്, പുല്ല്. അപ്പോൾ ഞങ്ങളിപ്പോൾ മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഒരു 15 ദിവസം ഒരു സൈഡിൽ 15 ദിവസം ഒരു സൈഡിൽ മാറ്റി ഇട്ടുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ വന്നിട്ട് 2 സൈഡിലും പുതിയ ഷീറ്റ് വാങ്ങി ഇടാനുള്ള ആലോചനയിലാണ്. ചാച്ചനാണ് മെയിനായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ചെടി ചോട്ടിൽ നിന്ന് അടുത്ത കണ പൊട്ടുമ്പോൾ അത് നിർബന്ധമായിട്ട് പിടിച്ച് കെട്ടണം, അല്ലെങ്കിൽ പടർന്നു പോയാൽ കായ്ക്കില്ല. ചെടി ഇങ്ങനെ മറിഞ്ഞ് വീണാൽ മാത്രമേ കായ്ക്കുള്ളൂ. അതുപോലെ ചെടീൻ്റെ അട്ടക്കാല് പിടിക്കാൻ പാകത്തിന് അത്യാവശ്യം മുറുക്കി തന്നെ കെട്ടണം. ഏകദേശം മെയ് മാസത്തിലാണ് ഇത് പൂക്കുന്നത്. അത്യാവശ്യം നല്ല പൂവാണ്. രാത്രിയാണ് പൂ വിടരുന്നത്. പൂ വിടർന്ന് കഴിഞ്ഞാൽ കൃത്യം 1 മാസം കൊണ്ട് കാ പറിച്ചെടുക്കാം. 30 ദിവസം കൊണ്ട് കാ പഴുത്തു തുടങ്ങും. ചെറിയ കളർ മാറുമ്പോഴേ പറിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ. ഒരു 2 ദിവസം കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ല കളറാവും. അതിനുശേഷമാണ് മാർക്കറ്റിൽ കൊടുക്കുന്നത്. ചെടി കാ വന്നിട്ട് ഒരു മരത്തിൽ നിന്ന് ഒരു 15 കിലോ ആവറേജ് പ്രതീക്ഷിക്കാം. 160 നല്ല സമയത്ത് വരെ കൊടുത്തു. പിന്നെ ലാസ്റ്റ് കൊടുത്തത് സീസണിൽ 120 അപ്പോഴത്തേക്കും മലേഷ്യൻ മറ്റേ ഫ്രൂട്ട്സ് ഇറങ്ങി തുടങ്ങിയായിരുന്നു. നമ്മുടെ കടകളിലൊക്കെ വരാൻ തുടങ്ങി. അത് ഇതിനേക്കാൾ ഇച്ചിരി കൂടി വലിപ്പം കുറവാണ്, പക്ഷേ അതിൻ്റെ കൂമ്പൊക്കെ നല്ല നീണ്ട് നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മുടെ കായ്ക്ക് ഇച്ചിരി ഡിമാൻഡ് കുറഞ്ഞു പോയി. ഇത് പൂത്ത് കഴിഞ്ഞാൽ പൂ പരാഗണം നടന്നു കഴിഞ്ഞാൽ കൃത്യം 30 ദിവസം കൊണ്ട് ഈ കാ മൂത്ത് പഴുക്കാൻ തുടങ്ങും, കളർ മാറി തുടങ്ങും. അത്യാവശ്യം കാലം കേടുകൂടാണ്ട് സ്റ്റോറേജ് കിട്ടുന്നതാണ്. ഒരു 10 ദിവസത്തിൻ്റെ അടുത്ത് ഏകദേശം സ്റ്റോറേജ് കിട്ടും. അങ്ങനെ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നതല്ല. ഇത് വയനാട്ടിലാണ് മെയിനായിട്ട് ഞങ്ങൾ കൊടുത്തത്. നമ്മൾ ഏകദേശം 1 അടി നീളമുള്ള തണ്ടാണ് നട്ടത്. എല്ലാം തണ്ട് നട്ട് തന്നെയാണ് മുളപ്പിച്ചേക്കുന്നത്. പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. സാധാരണ നമ്മൾ തണ്ട് നടുന്ന പോലെ തന്നെ മണ്ണിൽ നടുക ചെയ്തത്. പിന്നെ ചിലർ വന്ന് വെള്ളത്തിൽ വെച്ച് മുളപ്പിക്കുന്നു. 5 ദിവസം വെള്ളത്തിൽ വെച്ച് മുളപ്പിച്ചതിന് ശേഷം വേര് ഇറങ്ങിയതിന് ശേഷം നടുന്നവരുണ്ട്. നമ്മളതങ്ങനെ ചെയ്തില്ല, സാധാരണ നടുന്ന പോലെയാണ് നട്ടേക്കുന്നത്. ഇത് കായ്ച്ച് കഴിഞ്ഞ ഉടനെ കവാത്ത് ചെയ്യണം, പ്രൂണിങ് നടത്തണം. കായ്ച്ച തണ്ടുകളെല്ലാം മുറിച്ച് നമുക്ക് നടാൻ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കണ്ടുമാനം ആയി തിങ്ങിക്കഴിഞ്ഞാൽ ചെടിയിൽ പിന്നെ അടുത്ത കൊല്ലം കാ പറിക്കാനും കായ്ക്കാനും ബുദ്ധിമുട്ടാണ്. ഇതിന് വേറെ ഈ തണ്ട് മാത്രമുള്ള ഇല എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ വന്നിട്ട് നല്ല മുള്ളാണ്, അത്യാവശ്യം അപകടകാരിയാണ്. പിന്നെ കവാത്ത് ചെയ്യുകയാണെങ്കിൽ പഴയത് ഒക്കെ ഒഴിവായി കിട്ടും. ഞങ്ങളുടെ ഇത് ഈ കൊല്ലം ചെയ്തില്ല. ഇനി ഈ സീസണിൽ കാ കഴിഞ്ഞ ഉടനെ കവാത്ത് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ചെടിക്ക് മറിഞ്ഞ് വരാനുള്ള സ്ഥലം കിട്ടുന്നതല്ല. ഇത് ടയറിൻ്റെ മുകളിൽ കൂടെ കയറി മറിഞ്ഞ് വന്നാൽ മാത്രമേ ഇത് കായ്ക്കുള്ളൂ, നേരെ പോയാൽ കായ്ക്കില്ല. ഇതൊക്കെ ഇനിയിപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് താന്നോളും. കനം കൂടുന്നതനുസരിച്ച് ചെടി തന്നെ താന്നു വന്നോളും. ഏകദേശം ഒരു മെയ് മാസത്തിലാകുമ്പോഴത്തേക്കും പൂ തുടങ്ങും.
പേര മെയിനായിട്ട് 2 വെറൈറ്റി പേരയാണ് ചെയ്യുന്നത്. ഒന്ന് തായ്ലൻഡും പിന്നെ വന്നിട്ട് ലക്നൗ 49 എന്ന് പറഞ്ഞ വെറൈറ്റി. തായ്ലൻഡ് ചെറിയ ലൈറ്റ് പിങ്ക് കളറാണ് ഉള്ളിൽ. ഇത് വന്നിട്ട് നല്ല റെഡ് കളർ തന്നെയാണ് ഉള്ളിൽ. അത്യാവശ്യം ഈ കൊല്ലം സമയം കിട്ടാത്തതുകൊണ്ട് പ്രൂണിങ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് മരം ഇത്ര വലുതായി പോയത്. അല്ലെങ്കിൽ എല്ലാ വർഷവും പ്രൂൺ ചെയ്യുന്നതാണ്. ഇത് തൈ നഴ്സറിയിൽ നിന്ന് തന്നെ വാങ്ങി ഞങ്ങൾ നട്ടതാണ്. അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നുണ്ട്. ആഴ്ചയിൽ പറിക്കാനുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസം 3 ദിവസം 3 പ്രാവശ്യം വെച്ച് പറിക്കുന്നുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഏകദേശം ഹോൾസെയിലിൽ തന്നെ നമുക്ക് 30 രൂപേൻ്റെ അടുത്ത് വില കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ പ്രൂൺ ചെയ്തില്ല, കമ്പ് കൂടിയതുകൊണ്ടാണ് കായ ഇത്ര ചെറുതായി പോയത്. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മുഴുപ്പുള്ള കായ കിട്ടുന്നത്. നല്ല റെഡ് കളർ ആണ് ഇതിൻ്റെ ഉള്ളിൽ. പേര വന്നിട്ട് എല്ലാ വർഷവും പ്രൂൺ ചെയ്യണം. ഏകദേശം ഒരു 1.5 അടി 2 അടി പൊക്കത്തി വെച്ച് കട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ്. അത്യാവശ്യം വേനൽക്കാലത്ത് ചെറിയ നന മതി. അതെങ്ങനെ നനയ്ക്കേണ്ട കാര്യമില്ലാത്തൊരു ചെടിയാണ് പേര. വളരെ പെട്ടെന്ന് തന്നെ കായ്ച്ചു തുടങ്ങും. ഒരു 1.5 കൊല്ലത്തിനുള്ളിൽ, 1.5 കൊല്ലം വേണ്ട, 1 കൊല്ലത്തിനുള്ളിൽ തന്നെ കായായി തുടങ്ങിയായിരുന്നു. ഏകദേശം ഈ പേരയ്ക്ക പറിച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ പ്രൂൺ ചെയ്യാണ് ഏറ്റവും നല്ലത്. അത്യാവശ്യം നല്ല കായ ഉണ്ടാവും, പറിച്ചെടുക്കാനും സൗകര്യമാണ്. ഇതിപ്പോൾ ഇച്ചിരി പൊന്തിപ്പോയി, പ്രൂൺ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ്. ഈ പേരയ്ക്ക് മെയിനായിട്ട് കേട് കിളികളുടെ ശല്യമാണ്. അത് ഇപ്പോൾ കുറവാണ്. ഒക്ടോബർ നവംബർ 3 മാസം ഭയങ്കര ശല്യമായിരിക്കും കിളികളുടെ. ആ സമയത്ത് സാറിന് നെറ്റിടാണ് പതിവ്. ഇപ്പം പ്രൂൺ ചെയ്യാത്തതുകൊണ്ടാണ് നെറ്റിടാണ്ട് വിട്ടത്. പിന്നെ മെയിനായിട്ട് വരുന്ന മഴക്കാലത്ത് വെള്ളീച്ചേൻ്റെ ശല്യം. ഈച്ച കുത്തിക്കഴിഞ്ഞാൽ ഉള്ളിൽ പഴുത്ത് തുടങ്ങുമ്പോൾ ഉള്ളിൽ പുഴു വരുന്നുണ്ട്. അത് എല്ലാ കായലും തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതിന് മറ്റേ മഞ്ഞക്കണി, ഫെറമോൺ കെണി, അങ്ങനത്തെ കെണികൾ ഉപയോഗിച്ചാണ് അതിനെ പിടിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഈ പേരയ്ക്ക് സംബന്ധിച്ചോളം വലിയ കേടുകളൊന്നും വേറെ കണ്ടിട്ടില്ല. വേറെ ഈ കിളികളുടെ ശല്യവും ഈ ഈച്ചേൻ്റെ ശല്യമാണ്. ഈച്ച കുത്തിക്കഴിഞ്ഞാൽ ഉള്ളിൽ കണ്ടമാനം ഇത് വരുന്നുണ്ട്. പുഴു പഴുത്ത് വരുമ്പോഴത്തേക്ക് പച്ചക്കായ്ക്കില്ല, പഴുത്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പുഴു വരുന്നുണ്ട്. ഇത് ഏകദേശം നട്ട് ഒരു കൊല്ലം ആകുമ്പോഴത്തേക്കും പൂത്ത് തുടങ്ങിയായിരുന്നു. പെട്ടെന്ന് വളരുന്നുണ്ട്. അത്യാവശ്യം നല്ല റെഡ് കളറാണ്. അത്യാവശ്യം വിലയും കിട്ടുന്നുണ്ട്. 30 രൂപ തോതിലാണ് ഞങ്ങളിപ്പോൾ ഹോൾസെയിൽ ഇവിടെ കൊടുക്കുന്നത്. ഒരു മരത്തിൽ നിന്ന് 25 കിലോൻ്റെ അടുത്ത്. ഇപ്പോൾ കവാത്ത് ചെയ്തില്ല, പ്രൂൺ ചെയ്തില്ല. ഇപ്പോൾ എന്നാലും 25 കിലോൻ്റെ അടുത്ത് തന്നെ ഒരു മരത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 10 അടി 12 അടി അകലത്തിലാണ് നട്ടേക്കുന്നത്. പിന്നെ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് ദൈവാനുഗ്രഹം തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല. നമ്മളൊരു ചെടി വിത്ത് നടുമ്പോൾ തൊട്ട് അതിൻ്റെ വളർച്ച തൊട്ട് നമ്മൾ ഓരോ അത്യാവശ്യം പ്രാർത്ഥനയിലും കാര്യങ്ങളിലാണ് ചെയ്യുന്നത്. ദൈവാനുഗ്രഹം ഇല്ലാണ്ട് എല്ലാ കാര്യത്തിലാണെങ്കിൽ, കൃഷി മാത്രമല്ല ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ദൈവാനുഗ്രഹം ഇല്ലാണ്ട് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രാർത്ഥനയുടെ ഒരു ശക്തിയും കൂടിയാണ് നമ്മുടെ ഈ ഫ്രൂട്ട്സിൽ, ഈ ചെടികളിൽ ഉള്ളൊരു വിജയം. കൃഷിയിൽ വന്നിട്ട് ദൈവാനുഗ്രഹത്തോടൊപ്പം തന്നെ മാർക്കറ്റിൽ എന്താണ് ആവശ്യം അത് നോക്കി കൃഷി ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പരാജയം സംഭവിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. നമുക്ക് മാർക്കറ്റ് ചെയ്യാനുള്ള അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കാവുന്നുള്ളൂ. പിന്നെ പല വെറൈറ്റി സാധനങ്ങളായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് കിട്ടുന്നതാണ്. പേരയെ സംബന്ധിച്ചോളം വർഷത്തിൽ എല്ലാ തവണയും തന്നെ കായുണ്ട്, എല്ലാ ദിവസവും തന്നെ കായുണ്ട് ഇവിടെ. ബാക്കിയുള്ള ഫ്രൂട്ട്സ് സീസണിൽ മാത്രമേ കായ്ക്കുള്ളൂ. അത്യാവശ്യം മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങുകയാണ് എളുപ്പം. പിന്നെ ഫ്രൂട്ട്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോകും തോന്നില്ല. അത്യാവശ്യം മാർക്കറ്റുണ്ട്, സാധനം കിട്ടാത്തൊരു ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ അത്യാവശ്യം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിലയും കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കോൾഡ് സ്റ്റോറേജ് ഫ്രീസറിലൊക്കെ വെച്ച് വിൽക്കുന്ന പരിപാടിയുണ്ട്. പക്ഷേ അത് നമ്മൾ തുടങ്ങിയിട്ടില്ല, പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഓഫ് സീസണിൽ വിൽക്കുകയാണെങ്കിൽ നല്ല വിലയുണ്ട്. 200 രൂപയുടെ മുകളിലുണ്ട്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് 120-നൊക്കെയാണല്ലോ കൊടുത്തത്. 200 മുകളിലേക്ക് തന്നെ വില കിട്ടുന്നുണ്ട്.